ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നെക്ക് എംബ്രോയ്ഡറി ആണ്. ഈ ഒരു 3 കളർ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി നെക്കിൻ്റെ ഷേപ്പും അതേപോലെ തന്നെ നെക്കിൽ ചെയ്യേണ്ട ഡിസൈനും ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവറും ലീഫും ആണ് ചെയ്യുന്നത്. നമ്മൾ ത്രെഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ മീഷോയിൽ നിന്നാണ് ത്രെഡ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും ത്രെഡുകളാണ് കേട്ടോ നമ്മൾ വാങ്ങിയപ്പോൾ കിട്ടിയത്. ഏകദേശം ഒരു 10-20 ത്രെഡ്, 10-20-30 ത്രെഡ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ത്രെഡ് പക്കാ കോട്ടൺ ത്രെഡാണ് കേട്ടോ വരുന്നത്. ഒരുപാട് ഗ്ലേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അത് വെച്ചൊരു എംബ്രോയ്ഡറി ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങും കൂടെ എങ്ങനെയാണ് അതിൻ്റെ റിവ്യൂന്നും കൂടി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ വാങ്ങിയതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നമ്മളുടെ ഏറ്റവും വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതേപോലെ കളേഴ്സൊക്കെയാണ് വന്നേക്കുന്നത്. ഒരുപാട് മൾട്ടി കളേഴ്സായിട്ടോ അങ്ങനെയൊന്നും വരുന്നില്ല. കൂടുതലും ലൈറ്റ് ഷെയ്ഡ്സാണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കളർ 3 വെച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മൾ ഇതിൽ 3 കളേഴ്സാണ് സെലക്ട് ചെയ്ത്, ഗ്രീനും മെറൂണും യെല്ലോയും. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട്, അതായത് ജസ്റ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 115 രൂപയാണ് കേട്ടോ ഞാൻ ഇത്രയും ത്രെഡ് വാങ്ങിയതിന് വന്നേക്കുന്നത്. ഏകദേശം 30 ത്രെഡ് അടുത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എംബ്രോയ്ഡറി ചെയ്യാൻ തുടങ്ങാം ആ ത്രെഡ് വെച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ നെക്കിൻ്റെ ഈ സൈഡാണ് ചെയ്യുന്നത്. ഷേപ്പ് വരച്ചേക്കുന്നത് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ നെക്കിന് കൊടുക്കണേ. ഇതേപോലെ അടിയിൽ നിന്ന് സൂചി കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക. എന്നിട്ട് ആ സൂചിമേൽ ഇതൊന്ന് ചുറ്റിയെടുത്ത് ചെയ്യാം. അപ്പം നമ്മൾ നൂല് കുറച്ച് ലെങ്ത് കുറച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ട് വീഴാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അടുത്ത ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത ആ ചുറ്റിയ ചെയിനുള്ളിൽ കൂടെ വേണം അടുത്തത് ചെയ്യാൻ. എന്നാലാണ് നമുക്ക് കണ്ടിന്യൂഷനായിട്ട് കിട്ടുള്ളൂ. അടുത്തതും അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് ഏകദേശം ഞാൻ ഈ നെക്കിന് 2 സൈഡും ചെയിൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നൂല് ലെങ്ത് കുറച്ചെടുക്കുക, ഒന്നാമത് ശ്രദ്ധിക്കുക. കാര്യം കെട്ട് വിടാൻ വളരെ ചാൻസ് കൂടുതൽ. നമ്മൾ കയ്യിലൊക്കെ പിടിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്രെയിമുണ്ട്, പക്ഷെ നമുക്ക് എന്താ പറയുക, സ്റ്റാൻഡ് പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ലെങ്ത് കുറച്ചെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം നമുക്ക് നെക്കിൻ്റെ ഒരു സൈഡ്. അപ്പോൾ കുറച്ച് പോർഷൻ ഞാൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ ചെയിനിൻ്റെ. കാര്യം ചെയിനിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ ചെറിയ ചെയിൻ മാത്രമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മുകളിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ആദ്യം നമ്മളൊരു നെക്കിൻ്റെ സൈഡ് ഫുള്ള് മാത്രം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ഞാൻ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ചെയ്തത് ഒരേ സൈഡിൽ നിന്നല്ലേ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും വന്നാലാണ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തതും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് മേളത്തെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഏത് സൈഡിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്നും ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അത് ഇതുപോലെ ചെയിന് സ്ക്വയർ നെക്കൊക്കെ ചെയ്യുമ്പം അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ റൗണ്ട് നെക്ക് ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നം വരുന്നില്ല. ഇതേപോലെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ നെക്ക് ഫുൾ എന്തായാലും 2 സൈഡും ഇതേപോലെ ഫുള്ള് നമുക്ക് ചെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ചെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഫുള്ള് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സെയിം തന്നെ കളർ ത്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് എംബ്രോയ്ഡറി എല്ലാം 3 നൂല് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫ്ലവർ ചെയ്യുന്നതും ഈ സെയിം മെറൂൺ ഷെയ്ഡാണ്. അതും 3 വെച്ചാണ് എടുത്തേക്കുന്നത്. കാര്യം നമ്മൾ സാധാരണ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ത്രെഡിൻ്റെ കട്ടി ഇതിനില്ല കേട്ടോ. ചെയ്തിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാര്യം 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ അധികമായിട്ട് കാണാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 6 നൂല് തന്നെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഇതേപോലെ നമ്മൾ ചെയിൻ ചെയ്യുന്ന പോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടിയിലേക്ക് കുത്തി ഇറക്കി. അതേപോലെ തന്നെ അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തു. അതേപോലെ തന്നെ ഇനിയാണ് നമുക്കത് ആദ്യം ഒരു പ്ലസ് ചിഹ്നം പോലെ നമ്മൾ ചെയ്തെടുക്കണം. അങ്ങനെയാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നീറ്റായിട്ടും പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഇതളുകൾക്കിടയിൽ ഒരേ ഗ്യാപ്പ്
അങ്ങനെയൊക്കെ കിട്ടും. അതിനു വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ടുള്ള ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്ത് എംബ്രോയ്ഡറി ചെയ്യുവാണെങ്കിലും ആദ്യം ഇതേപോലെ 4 സൈഡ് ഫില്ല് ചെയ്തതിന് ശേഷം ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇനി നമ്മൾ 4 സൈഡ് ഏകദേശം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനിടയിൽ വരുന്ന ഗ്യാപ്പുകളാണ് ഫില്ല് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിൻ്റെ ഇടയിൽ 2 എണ്ണത്തിൻ്റെ ഇടയിലൂടെ ഇതേപോലെ അടുത്ത ഇതൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മൾ അടുപ്പിച്ചിങ്ങനെ ചെയ്ത് വരും ഗ്യാപ്പില്ലല്ലോ, സെൻറ്ററിൽ നമ്മൾ ഗ്യാപ്പൊന്നും കൊടുക്കാതെ ചെയ്യുന്നത് കാരണം ചെയ്യുമ്പോൾ സൂചി അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നൂലിനിടയിൽ പെട്ട് കഴിയുമ്പോൾ നൂലിങ്ങനെ പൊങ്ങി മുകളിലേക്ക് വരാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഏകദേശം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡിലത്തെ ഗ്യാപ്പും കൂടിയാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യുന്ന ഈ ഡിസൈനിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, ഇതാണ് ലേസി ഡെയ്സി കേട്ടോ. ഫ്ലവർ ലേസി ഡെയ്സിയാണ് നമ്മൾ ആദ്യം ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് നമുക്ക് ഈ ഫ്ലവറിനുള്ളിൽ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫ്ലവേഴ്സ് ഫുള്ള് ഫില്ല് ചെയ്ത് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുമ്പോൾ ട്വിസ്റ്റ് ചെയ്ത് പോകാൻ പാടില്ല. കറക്റ്റ് ട്വിസ്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം ത്രെഡ് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് ബാക്കി 4 ഫ്ലവേഴ്സും ഫില്ല് ചെയ്ത് എടുക്കാം. ഓക്കെ, എന്നിട്ട് അത് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഈ ഓരോ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും നമുക്ക് ഓരോ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ മഞ്ഞ ത്രെഡാണ് എടുത്തേക്കുന്നത്. എനിക്കിപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം വലിയ കുഴപ്പമില്ല, ത്രെഡ് അങ്ങനെ കെട്ട് വീഴ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഒന്നാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിമിൻ്റെ ഗുണമാണ് കേട്ടോ. ഫ്രെയിമിൻ്റെ അല്ല, നമ്മൾ സ്റ്റാൻഡ് ഞാൻ മീഷോന്ന് വാങ്ങിയ സ്റ്റാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുത്തേക്കാം. ഉപകാരപ്പെടുന്നവരൊക്കെ കണ്ടു നോക്കുക, വാങ്ങണം എന്നുള്ളവർ വാങ്ങുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്യുക. അതായത് ഞാനിപ്പോൾ ഒരു 3 ചുറ്റാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചുറ്റിയേക്കുന്നത്. അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം ഒന്നുകിൽ 3 ചുറ്റ്, 2 ചുറ്റ്, ഒറ്റ ചുറ്റ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ 3 ചുറ്റാണ്. അപ്പം 3 ചുറ്റക്കാർ സെൻറ്ററിൽ വേറെ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അത് കാരണം 3 ചുറ്റി ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചുറ്റി ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ അടിയിലേക്ക് കുത്തി ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് നൂല് ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്യാനും പാടില്ല, എന്നാൽ ലൂസാണ്. സൂചി നമുക്ക് അടിയിലേക്ക് ഇറക്കുമ്പോൾ കുറച്ച് ഇറങ്ങി പോകാനുള്ള ഗ്യാപ്പ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ലൂസായി പോയി കഴിഞ്ഞാൽ റിംഗ് നോട്ട് ആയിപ്പോവും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഫ്രഞ്ച് നോട്ട് ഇതേപോലെ നമുക്ക് ഫ്ലവേഴ്സിൽ ഫുള്ള് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് ചെയ്യാനുള്ളത് നമ്മൾ ലീഫ് ഡിസൈനാണേ. അപ്പോൾ ഇതേപോലെ ഫ്രഞ്ച് നോട്ട് നമ്മൾ 3 ചുറ്റി എന്നിട്ട് അടിയിലേക്ക് ഇതേപോലെ കുറച്ച് ഒരുപാട് ടൈറ്റ് ചെയ്യാതെ സൂചി ഇറങ്ങാനുള്ള ഗ്യാപ്പിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് കുത്തിയിറക്കാം. അപ്പോൾ ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചുറ്റുന്നതിൻ്റെ എണ്ണം 1, 2, 3 ആക്കാം. ഓക്കെ, അത്രയും ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ലീഫാണേ. അപ്പോൾ ലീഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഗ്രീൻ കളറിലെ ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓൾറെഡി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ലീഫിൻ്റെ ഡിസൈൻ, എന്നാലും ഒന്നും കൂടി നമ്മളൊരു എംബ്രോയ്ഡറി ചെയ്യുമ്പം എല്ലാത്തിൻ്റെയും തുടക്കം മുതൽ പറയണമല്ലോ. അപ്പോൾ ഇതേപോലെ ലീഫിൻ്റെ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് നമ്മൾ കൊടുത്തതിന് ശേഷം കുത്തിയതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, അതായത് നമ്മൾ നൂലാദ്യം കുത്തിയെടുത്തതിൻ്റെ ഒരു സൈഡിലേക്ക് ഇതേപോലെ കുത്തിയെടുക്കുക. ഒരുപാട് മുട്ടിക്കാതെ, ഒരുപാട് ഗ്യാപ്പും വരാൻ പാടില്ല. നമ്മൾ അടുത്തടുത്തായിട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാറ്റിൻ സ്റ്റിച്ചൊക്കെ ചെയ്യില്ലേ, അതേപോലെ അടുത്തടുത്ത് ഇങ്ങനെ ചെയ്തെടുക്കുക. ഈ എംബ്രോയ്ഡറിക്ക് നമ്മൾ ലീഫ് സ്റ്റിച്ച് എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ സൈഡും ഇതേപോലെ ഫില്ല് ചെയ്ത് എടുക്കുന്നതാണ് ലീഫ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്കൊരു 2 ലീഫ് ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ മുമ്പ് വീഡിയോയിൽ നമ്മൾ ഈ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നതും ലീഫ് സ്റ്റിച്ചിൻ്റെ നമ്മൾ ബീഡ്സിൽ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നതുമായിട്ടുള്ള എംബ്രോയ്ഡറിയൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും. ഓളെന്ന ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ലീഫ്
കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലീഫും കൂടി ഇതേപോലെ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാം. അപ്പം ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഒരുപാട് ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു സൈഡിലേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ അടുത്ത നൂലിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കുത്തിയെടുക്കുക. മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യുന്നത്? തന്നെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ലീഫിൻ്റെ കറക്റ്റ് ഷേപ്പ് വരച്ച ആ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയല്ലേ, അപ്പോൾ അത് കാരണം ചെയ്യുന്നതിന് നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യുന്നതും വീഡിയോ എടുത്ത് ചെയ്യുന്നതും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വീണ്ടും തുടർന്നുള്ള വീഡിയോകളിൽ ഷോർട്ട് വീഡിയോ ആയിട്ടാണെങ്കിലുമൊക്കെ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലീഫ് കംപ്ലീറ്റ് ചെയ്തു. നമുക്കിതുപോലെ ഫുള്ള് ലീഫ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ലീഫെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഉള്ളതിൽ ഞാൻ നമ്മുടെ ഫ്രഞ്ച് നോട്ടും കൂടെ കൊടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ എംബ്രോയ്ഡറി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. തുടർ ദിവസങ്ങളിൽ അടുത്ത എംബ്രോയ്ഡറി വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഈ മീഷോയുടെ എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു എംബ്രോയ്ഡറി ആണ്. പക്ഷെ നമുക്ക് ആകെയുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് അത്ര എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ അല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ബൈ.